സ്വർഗീയ മന്ന എന്ന ബൈബിൾ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയമെന്നാൽ ദുഃഖമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ വളരെ കുറവാണ്. എല്ലാവർക്കും ദുഃഖമുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ നാം നേടിയില്ലെങ്കിൽ നമുക്ക് ദുഃഖമുണ്ടാകും. നമ്മുടെയായ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് വേർപിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും. ചില വേർപാടിൻ്റെ ദുഃഖങ്ങൾ വരുമ്പോൾ നമുക്ക് അധിക നാളുകളായി ദുഃഖിക്കുന്ന അനുഭവമുണ്ട്. അങ്ങനെ ദുഃഖകരമായ അനുഭവങ്ങൾ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് പ്രിയമുള്ളവരെ. എന്നാൽ ഈ ദുഃഖകരമായ അനുഭവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാനും നമുക്ക് എങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ആശ്വാസം കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ദുഃഖകരമായ അനുഭവങ്ങൾ ഉള്ളവർക്ക് വേണ്ടി അവർക്ക് ഒരു വലിയൊരു ആഘോഷം അവിടെ ആസൂത്രണം ചെയ്യാറുണ്ട്, ആവിഷ്കരിക്കാറുണ്ട്. ഇതിന് പറയുന്നത് ബ്ലൂ ക്രിസ്മസ് എന്നാണ്. ബ്ലൂ ക്രിസ്മസ് എന്നുള്ളതായ ഈ ഒരു ആഘോഷം വേർപാടിൻ്റെ ദുഃഖത്തിലുള്ളവർക്കും മനസ്സ് തകർന്ന് അല്ലെങ്കിൽ വളരെയധികം വിഷമതയിലുള്ളവർക്കും വേണ്ടി ജനങ്ങളെല്ലാവരും ചേർന്ന് ബ്ലൂ ക്രിസ്മസ് എന്നുള്ളതായ ഈ ഒരു ആഘോഷം അവിടെ അവർ നടത്തുന്നതായി കാണുന്നു. എന്നാൽ ഈ ആഘോഷം അവർ നടത്തിയെങ്കിലും ഈ ആഘോഷത്തിലൂടെയൊന്നും അവർക്ക് ആശ്വാസം, ഈ ദുഃഖകരമായ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധ്യമല്ല. എന്തെന്നാൽ മനുഷ്യൻ്റെ വിഷമതകളെ അകറ്റുവാനായിട്ട് അവൻ എന്തു തന്നെ ചെയ്താലും അത് അവനൊരു ശാശ്വതമായ ഒരു പരിഹാരമായി അല്ലെങ്കിൽ അവൻ്റെ ദുഃഖം സന്തോഷമായി മാറുവാനുള്ള ഒരു അവസരം അവൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ ദുഃഖം എന്നുള്ളതായ അതിൻ്റെ ഒരു ആഘോഷം പാശ്ചാത്യ രാജ്യങ്ങളിൽ പണ്ട് മുതൽക്കേ ഒരു ആഘോഷമാക്കി മാറ്റി ദുഃഖകരമായ അനുഭവങ്ങൾ ഉള്ളവർക്ക് ഇപ്രകാരമായ ബ്ലൂ ക്രിസ്മസ് എന്നുള്ളതായ ആഘോഷങ്ങൾ അവർ നടത്തി വരുന്നു. എന്നാൽ ഇത് നമ്മൾ തിരുവചനത്തിൽ ഈ ദുഃഖത്തെക്കുറിച്ച്, സങ്കടത്തെക്കുറിച്ച്, ഈ വ്യാകുലം, ഈ വൈമഷ്യത്തെക്കുറിച്ച് നമ്മൾ എന്താണ് പറയുന്നത് എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സങ്കീർത്തനങ്ങൾ 147 അതിൻ്റെ 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മനസ്സ് തകർന്നവരെ ദൈവം എന്താണ് ചെയ്യുന്നത്? അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. ഇത് മനുഷ്യൻ എന്താണ്, അവൻ താൽക്കാലികമായി അവൻ്റെ ശരീരത്തുണ്ടാകുന്ന മുറിവുകളെ വേണമെങ്കിൽ പൊറുപ്പിക്കുവാനായിട്ട് മരുന്നുകൾ വെച്ച് കെട്ടി, ഇഞ്ചക്ഷനുകൾ നൽകി, ഗുളികകൾ നൽകി അവന് താൽക്കാലികമായി അല്ലെങ്കിൽ ശരീരത്തിലുള്ള മുറിവുകളെ അകറ്റുവാനായിട്ട് സാധിക്കും. എന്നാൽ മനസ്സിലുള്ള മുറിവ് അകറ്റുവാനായിട്ട് മനുഷ്യനാൽ സാധ്യമല്ല. ഇന്ന് ഒരുപാട് പേര് ലോകത്തിൽ കൗൺസിലേഴ്സായിട്ടും മനോരോഗ വിദഗ്ധരായിട്ടും അനേക ഉപദേഷ്ടാക്കന്മാരായിട്ടും അനേകർ ഈ ലോകത്തിൽ ഉണ്ട്. അനേക കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഞാനും കൗൺസിലിംഗ് ചെയ്യുവാനായിട്ട് ഒരു പ്രത്യേക കോഴ്സ് എനിക്ക് പഠിക്കുവാനായിട്ടുണ്ട്. ആ കോഴ്സ് പഠിച്ച് ഇന്ന് പലരും കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഇന്ന് കേരളത്തിൽ പല ഭാഗങ്ങളിലും അവർ തുറന്നു പ്രവർത്തിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, എത്ര നല്ല ഒരു വിദഗ്ധനായിരുന്നാലും മാനസികമായ മുറിവുകളെ പൊറുപ്പിക്കുവാനായിട്ട്, ആ മുറിവുകളെ ഉണക്കുവാനായിട്ട്, ആ മുറിവുകളെ സൗഖ്യമാക്കുവാനായിട്ട് മനുഷ്യനാൽ അത് അസാധ്യമാണ്. എന്നാൽ കർത്താവായ ദൈവത്താൽ മാത്രമേ ആ സൗഖ്യം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആയതിനാൽ ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് സങ്കീർത്തനങ്ങൾ 147 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ പറയുന്നു, മനം തകർന്നവരെ അവൻ എന്തു ചെയ്യുന്നു? സൗഖ്യമാക്കുന്നു. നീ മനസ്സ് തകർന്നവനാണെങ്കിൽ നീ ചെല്ലേണ്ടതായ സ്ഥലം, നീ എത്തേണ്ടതായ സ്ഥലം അത് ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൻ്റേതായ ഭാരവും പ്രയാസവും എന്തു തന്നെ ആയിരുന്നാലും ആ ദൈവസന്നിധിയിൽ വെച്ച് നീ എന്തു ചെയ്യുക? നീ പ്രാർത്ഥിക്കുക, ദൈവത്തോട് വിലപിക്കുക. നീ മനസ്സ് തകർന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിന് സൗഖ്യം നൽകുവാനായിട്ട് ദൈവം തയ്യാറാണ്.
അതുപോലെ നിനക്കുള്ളായ മുറിവുകളെ കെട്ടുവാനായിട്ട്, അത് പൊറുപ്പിക്കുവാനായിട്ട്, അതിന് വേണ്ടിയതായ സൗഖ്യം പകരുവാനായിട്ട് അത് കർത്താവായ ദൈവത്തിനാൽ മാത്രമേ സാധ്യമുള്ളൂ എന്ന് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നമ്മൾ റോമർ 12-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 12:15 ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുവീൻ. എന്താണ് ഒരു ശുശ്രൂഷകനായി ഇരിക്കുന്ന ഒരു വ്യക്തി, ഒരു ഇടയനായിരിക്കുന്ന വ്യക്തി, ഒരു നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തി, ഒരു നേതാവായിരിക്കുന്ന വ്യക്തി, അവൻ ചെയ്യേണ്ടതായ ആ ഉത്തരവാദിത്വം എന്താണെന്ന് ഇവിടെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കുകയും കരയുന്നവരുടെ കൂടെ കരയുകയും ചെയ്യുവീൻ. സന്തോഷിക്കുന്നവരോടൊപ്പം സന്തോഷിക്കുകയും വളരെയധികം വൈമനസ്യമായി വിഷമതകൾ അനുഭവിച്ചു വരുന്ന അവരോടുകൂടെ ആ വിഷമത്തിൽ പങ്കുചേർന്ന് അവരോടുകൂടെ വിലപിക്കുകയും ചെയ്യുവീൻ. ഇവിടെ തുടർന്ന് വാക്യങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ എന്നാണ് ഇവിടെ വചനം പറയുന്നത്. തമ്മിൽ എന്താണ്? ഒരു ഐക്യതയുള്ളവരായി, വലിപ്പം ചെറുപ്പം എന്നുള്ളത് അങ്ങനെയുള്ള ഒരു വ്യത്യാസമില്ലാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ റോമർ 12:15 ദൈവം നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അത് പറയുന്നത്, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും എന്താണ് സമാധാനമായിരിപ്പീൻ എന്ന് 17-18 വാക്യങ്ങളിൽ വായിക്കുമ്പോൾ ഇവിടെ വചനം അപ്രകാരമാണ് പറയുന്നത്. കഴിയുമെങ്കിൽ നമ്മളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് എണ്ണാതെ എളിയവരോടുകൂടി ചേർന്ന് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സമാധാനമായി സകല മനുഷ്യരോടും സമാധാനമായിരിപ്പീൻ എന്നാണ് ദൈവവചനം ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ആയതിനാൽ വിലപിക്കുന്നവരോട് വിലപിക്കുകയും അതുപോലെ സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും അതുപോലെ കർത്താവായ ദൈവം നമുക്ക് ആഹ്വാനം ചെയ്തതുപോലെ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുവാനായിട്ട് എപ്പോഴും നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അപ്പോൾ ദുഃഖകരമായ സങ്കടകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് നമ്മൾ ദൈവമക്കളായവർ ആശ്വാസം പകരുന്നവരായിരിക്കണം. അതിന് പകരം മുറിവിന്മേൽ മുറിവ് അവർക്ക് ഏർപ്പെടുത്തി ജീവിതത്തിൽ അവർക്ക് വലിയ വിഷാദമായ ഘട്ടങ്ങളിൽ കടന്നു പോകാനുള്ള ഒരു അവസ്ഥ ഒരിക്കലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. പ്രിയമുള്ളവരെ, നാം എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുവാനും കരയുന്നവരോട് കരയുവാനും എപ്പോഴും തയ്യാറുള്ളവരായിരിക്കണം. പ്രിയമുള്ളവരെ, നാം തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ തിരുവചനത്തിൽ നിന്ന് ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നതെന്നാൽ, ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും അതുപോലെ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തു കൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ട് നിങ്ങളോട് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു എന്ന് വചനം ഇവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇവിടെ തിരുവചനത്തിലൂടെ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ എന്ത് ചെയ്യണം? സഹായിക്കണം. അതുപോലെ വാങ്ങുന്നതിനേക്കാളും കൊടുക്കുവാനുള്ള മനസ്സ് നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ കൊടുക്കുന്നത് ഭാഗ്യം എന്നാണ് പറയുന്നത്. വാങ്ങുന്നതിനേക്കാളും കൊടുക്കുവാനായിട്ടുള്ള ആ മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുവാനും അവരെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനുള്ള ഒരു സന്മനസ്സ് നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, സങ്കടകരമായ അവസ്ഥകളിലൂടെ ഇല്ലായ്മകളിലൂടെ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും
അവർക്കൊരു കൈത്താങ്ങായി തീരണം എന്നുള്ള ഒരു വലിയൊരു ആഹ്വാനമാണ് ഇവിടെ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രാപ്തിയില്ലാത്തവരെ നാം സഹായിക്കുന്നവരായിരിക്കണം. ഒരുപക്ഷെ നമ്മൾക്ക് ഒരുപാട് സമ്പത്തൊന്നും നമുക്ക് കാണുകയില്ല, ഒരുപക്ഷെ തുച്ഛമായ വരുമാനമേ നമുക്ക് കാണുകയുള്ളൂ. എന്നാൽ നമ്മൾക്ക് ഉള്ളതിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അവർക്കും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു പങ്ക് അവർക്കും പകർന്നു കൊടുത്തുകൊണ്ട് അവരെ അവർക്കും വേണ്ടിയതായ കാര്യങ്ങളിൽ ചെയ്തു കൊടുക്കുവാനായിട്ടുള്ള ഒരു സന്മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെയും ആ പ്രിയ സഹോദരിയെയും അനുഗ്രഹിക്കുമെന്നതിൽ സംശയമില്ല പ്രിയമുള്ളവരെ. അതിനാൽ ക്രിസ്തീയ മാർഗങ്ങളിലുള്ളവർ എപ്പോഴും മുൻവന്ന് മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുന്നവരുമായി തീരണം. പലവിധമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എനിക്ക് പക്ഷേ പങ്കുവെക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ളവർക്ക് അവർക്ക് ചെയ്തതായ കാര്യങ്ങളെക്കുറിച്ച് പലരും പറയുന്നതായ അനുഭവങ്ങൾ എനിക്ക് പറയുവാനായിട്ട് കഴിയും. എൻ്റെയും ജീവിതത്തിൽ എനിക്ക് ദൈവം പകർന്നതായ ആ നന്മ, അതിലൊരു പങ്ക് മറ്റുള്ളവർക്ക് എത്രയോ പേർക്ക് അത് പങ്കുവെക്കുവാനായിട്ട് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവം അവസരങ്ങൾ എനിക്ക് ഒരുക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ. ആയതിനാൽ നമ്മളുടെയായ ആ ചെയ്തതായ നന്മകൾ അത് നമ്മളിപ്പോൾ പറയുകയോ മറ്റുള്ളവർ അറിയണമോ എന്നല്ല, എന്നാൽ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് സന്മനസ്സുള്ളവരായിരിക്കും. ഞാൻ പലപ്പോഴും പല വ്യക്തികളെയും സഹായിക്കുമ്പോൾ അവരോട് ഞാൻ ചെയ്യുന്ന ഈ സഹായം അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇത് നിങ്ങൾ എനിക്ക് തിരികെ കൊണ്ട് തരണമെന്നല്ല ഞാൻ പറയുന്നത് സഹോദര. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയെ സഹായിക്കാനായിട്ട് ഒരു അവസരമുണ്ടാകുമ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ കണിശമായി നിങ്ങൾ സഹായിച്ചിരിക്കണം. അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതിയെന്ന് ഞാൻ സഹായിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയാറുണ്ട്. അങ്ങനെ ആ വ്യക്തികൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാനായിട്ട് ദൈവം ഇതുവരെ എന്നെ സഹായിച്ചു വരികയാണ്. ആശ്വാസത്തിൻ്റെ വചനങ്ങൾ അനേക ഭവനങ്ങളിൽ പങ്കിടുവാനും അനേക വേദികളിൽ ദൈവത്തിൻ്റെ വചനം ശക്തമായി ഘോഷിക്കുവാനായിട്ടും ദൈവം ഈ നാളുകൾ വരെ ദൈവം ഉപയോഗിച്ചു വരുന്നു പ്രിയമുള്ളവരെ. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട്, ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുവാനായിട്ടുള്ള സന്മനസ്സുള്ളവരായിരിക്കണം പ്രിയമുള്ളവരെ. അതുപോലെ കൊടുക്കുന്നവൻ വാങ്ങിക്കുന്നവനേക്കാളും കൊടുക്കുന്നവൻ അവൻ ഭാഗ്യവാൻ എന്നാണ് ഇവിടെ വചനം പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ തുടർന്ന് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നമുക്ക് എന്താ പറയുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1 തെസ്സലോനിക്കർ 4:18 എന്താണ് പറയുന്നത്? ഇവിടെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഇവിടെ സന്ദർഭം വേറെ ആണെങ്കിലും സങ്കടകരമായ അവസ്ഥകളിലിരിക്കുന്നവർക്ക്, ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വചനങ്ങൾ ഒരു ആശ്വാസമായി തീരണം. അവർക്ക് വചനങ്ങൾ വായിച്ച് തമ്മിൽ വചനങ്ങൾ വായിച്ച് വചനത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തിക്കൊള്ളണമെന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസികൾക്ക് എഴുതിയതുപോലെ നമ്മളും ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുന്ന നമ്മളുടെ ജീവിതം ആടിയുലയുമ്പോൾ, നാം ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾക്ക് കണ്ണുനീരോടുകൂടി നമ്മൾ വ്യസനതയോടുകൂടി ആയിരിക്കുന്ന സമയങ്ങളിൽ വചനത്തിൽ നിന്ന് നമ്മളെപ്പോഴും ആശ്വാസം കണ്ടെത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം പ്രിയമുള്ളവരെ. അങ്ങനെ വചനത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് നാം ദൈവത്തിൻ്റെ വേലയിൽ നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. തുടർന്ന് നമ്മൾ നോക്കുമ്പോൾ യെശയ്യാപ്രവചനം 53 അതിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാപ്രവചനം 53-ന്റെ 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവൻ അനുഭവിച്ചതായ ആ വേദന, അല്ലെങ്കിൽ അവൻ നമുക്ക് വേണ്ടി സഹിച്ചതായ ആ പാടുകളെക്കുറിച്ച് ഇവിടെ ബദ്ധപ്പാടുകളെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു,
നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. കർത്താവായ യേശു ക്രിസ്തു ഈ മനുകുലത്തിൻ്റെ ആയ പാപത്തെ അകറ്റുവാനായിട്ട്, അവരുടെ വേദനകൾക്കൊരു പരിഹാരം അവിടെ നൽകുവാനായിട്ട് ദൈവം അവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? അവൻ കാൽവറി ക്രൂശിൽ നമ്മുടെയായ രോഗങ്ങളെ അവൻ വഹിച്ചും നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്ന് ഇവിടെ വാക്യത്തിലൂടെ പറയുന്നതായി നമുക്ക് കാണുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും എന്താണ് ഇരുന്നു എന്ന് ആ വചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ സുഖം പ്രാപിക്കണമെന്നും നാം മാനസികമായ ആ തകർച്ചയിൽ നിന്ന്, പാപബന്ധനത്തിൽ നിന്ന് നാം അതിജീവിക്കുവാനായിട്ട് അവൻ നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ അനുഭവിക്കേണ്ടതായ ശിക്ഷ അവൻ ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ എന്താണ്, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ ഭാരങ്ങളെ അവൻ വഹിച്ചു എന്നുള്ളത് നമുക്ക് ഈ വചനങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ. അതിനാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവദാസി, പ്രിയ ദൈവദാസ, പ്രിയ യവനക്കാര, പ്രിയ അപ്പച്ച, അമ്മച്ചി, പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സ് തകർന്നവരായി നിങ്ങൾ കാണപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രയാസം എന്തു തന്നെ ആയിരുന്നാലും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ദൈവം നിങ്ങളെ അത്ഭുതകരമായി വിടുവിക്കുമെന്നതിൽ സംശയവുമില്ല. മനസ്സ് തകർന്നവരെ അവൻ എപ്പോഴും ആദരിക്കുന്ന ദൈവമാണ്. അവരെ സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണ്. നമ്മൾ തുടർന്ന് നമുക്ക് യെശയ്യാ പ്രവചനം 60:20 വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും എന്നാണ് വചനം ഇവിടെ പറയുന്നത്. നിൻ്റെ ദുഃഖകാലം എന്താണ്? അത് തീർന്നു പോകും എന്നാണ് പറയുന്നത്. ദുഃഖത്തിൻ്റെ അനുഭവത്തിലാണോ, ദുഃഖത്തിൻ്റെ ഒരു ദുഃഖസാന്ദ്രമായ അവസ്ഥയിലാണോ ഈ സന്ദേശം കേൾക്കുമ്പോൾ നീ ആയിരിക്കുന്നത്? നിൻ്റെ ദുഃഖം എന്തു തന്നെ ആയിരുന്നാലും അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. തിരുവചനത്തിലൂടെ ദൈവം നിനക്കൊരു പ്രത്യാശയുടെ ഒരു ദൂത് നിനക്ക് നൽകുന്നു. ഇതാ നിൻ്റെ ദുഃഖത്തിൻ്റെ കാലം തീർന്നു പോകുമെന്ന് തിരുവചനത്തിലൂടെ ദൈവം നിനക്ക് ഒരു പ്രത്യാശയുടെയും ഒരു സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു സന്ദേശം ദൈവം ഇതാ നിനക്ക് നൽകുന്നു. പ്രിയ മകനെ, മകളെ, പ്രിയദാസി, ഇതാ നിൻ്റെ ദുഃഖത്തിൻ്റെ കാലത്തിന് ഒരു അവസാനം വന്നിരിക്കുന്നു. ഹൃദയം തകർന്നവർക്ക് അവൻ ആശ്വാസകൻ, മനസ്സ് തകർന്നവർക്ക് അവൻ ഉദ്ധാരകൻ എന്നുള്ളതായ ഗാനങ്ങൾ നമ്മൾ ആലപിക്കാറുണ്ടല്ലോ. ആ സങ്കേതമായിരിക്കുന്ന കർത്താവിൽ നമ്മൾ ആശ്രയം വെച്ചുകൊണ്ട് നമ്മളുടെ മനസ്സ് തകർന്നായ അവസ്ഥകളിലും ആ ഹൃദയം തകർന്നായ അവസ്ഥകളിൽ നമ്മൾ അവനിൽ ആശ്രയം കണ്ടെത്തുവാനായിട്ട് എപ്പോഴും നമ്മൾ പരിശ്രമിക്കണം പ്രിയമുള്ളവരെ. ഈ ലോകത്തിലുള്ളതായ മനുഷ്യരിൽ നമ്മൾ ആശ്രയം വെക്കാതെ, ഈ ലോകത്തിലുള്ളതായ സമ്പത്തിലും താലന്തിലും മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ആശ്രയം വെക്കാതെ നമ്മളെപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ ആശ്രയം കണ്ടെത്തുകയാണെങ്കിൽ അത് എത്ര പ്രതിസന്ധി അല്ലെങ്കിൽ എത്ര ഭയാനകമായ ഒരു സാഹചര്യമായിരുന്നാലും ശരി, ദൈവം അതിൽ നിന്നെല്ലാം അതിജീവിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുമെന്നതിൽ സംശയവുമില്ല. ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഭാരത്തോടുകൂടി, നിങ്ങൾ എന്തെങ്കിലും പ്രയാസത്തോടുകൂടി ആയിരിക്കുന്നുവോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ഭാരങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും നിങ്ങൾ മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദൈവമേ, എൻ്റെ ഈ വിലാപത്തെ നീ ശ്രദ്ധ വെച്ച് കേൾക്കണമേ കർത്താവ്, എൻ്റെ പ്രാർത്ഥനയെ നീ കൈക്കൊള്ളണമേ കർത്താവ്, എൻ്റെ ഹൃദയത്തിലുള്ള ദുഃഖത്തെ നീ അകറ്റണമേ കർത്താവ്, ദൈവമേ ഞാനൊരു രോഗിയാണ്, എൻ്റെ രോഗത്തെ അങ്ങോട്ടൊന്ന് തൊടണമേ കർത്താവ്, ദൈവമേ എനിക്കും എൻ്റെ കുടുംബത്തിനും സാമ്പത്തികമായ സഹായം കർത്താവ് അങ്ങോട്ട് നിന്ന് എത്തിക്കണമേ എന്ന് നാം ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എൻ്റെ ഇല്ലായ്മയെ ദൈവമേ അങ്ങോട്ട് നിന്ന് അകറ്റണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മകന് അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് പഠിക്കുവാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെയായ മറ്റും അയൽവാസികൾക്ക് എന്തെങ്കിലും ഭാരമോ പ്രയാസമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെയായ കുടുംബത്തിൽ ഒരു മാനസികമായ ഒരു ക്ലേശം ഉളവാക്കുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായോ, അത് എന്തു തന്നെ ആയിരുന്നാലും കർത്താവായ ദൈവം ഇതാ
ഇതാ ഈ നിമിഷം തിരുവചനത്തിലൂടെ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നു. ദുഃഖത്തിൻ്റെ കാലം അവസാനിക്കാൻ പോകുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങളിൽ അടുത്ത് വന്നിരിക്കുന്നു. ആയതിനാൽ ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒഴുക്കിക്കളയുക. നിങ്ങളെ തന്നെ അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ദൈവമേ, ഞാൻ എന്തു തന്നെ ആയിരുന്നാലും ശരി, ഈ നിമിഷം ഇതാ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ദൈവമേ, എന്നെ അങ്ങോട്ടൊന്ന് വഹിച്ചുകൊള്ളണമേ എന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് വിലപിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം അവൻ്റെയായ ആ കരങ്ങളിൽ നിങ്ങളെ വഹിച്ചുകൊണ്ട്, ദൈവം അവൻ്റെയായ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് നിങ്ങളുടെയായ ജീവിത യാത്രയിൽ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യുവാനായിട്ട് ദൈവം നിങ്ങളെ വഴി നടത്തുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ദൈവത്തിൻ്റെ ആയ ഒരു പൈതലായി തീരുവാനും ദൈവീയ ഉപദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തു മാത്രം എൻ്റെ ജീവിതത്തിൻ്റെ നായകനായി ഉള്ളൂ എന്നുള്ള ആ ഒരു അംഗീകാരം, ആ വിളി സ്വീകരിച്ചുകൊണ്ട്, ആ ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ആ നസ്രയനായ യേശു ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. നിങ്ങൾ എന്ത് ഭാരവും പ്രയാസവും എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്നുവോ, അത് എന്തു തന്നെയായിരുന്നാലും ദൈവം അത് മാറ്റുവാനായിട്ട് ആ പ്രയാസഘട്ടങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് നൽകുവാനായിട്ട് അവൻ തയ്യാറായിരിക്കുന്നു. പ്രിയ ദൈവജനമേ, ആയതിനാൽ ഈ സമയം പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ നിങ്ങൾ അടയ്ക്കുക. കർത്താവായ ദൈവം ആ അനുഗ്രഹം, ആ സമാധാനത്തിൻ്റെ അനുഗ്രഹം, ആശ്വാസത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പകരുവാനായിട്ട് പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദൂതനായ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഹൃദയം തകർന്ന്, മനസ്സ് തകർന്ന്, ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള വളരെ അധികം ചിന്താഭാരത്തോടുകൂടിയായിരിക്കുന്ന അനേകരുണ്ട്. കർത്താവേ, ദൈവമേ, ആ പ്രിയമുള്ളവരുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ആശ്വാസദായകനായി അങ്ങോട്ട് കടന്നു വരണമേ. വേർപാടിൻ്റെ ദുഃഖത്തിലോ ഒറ്റപ്പെട്ട അവസ്ഥയിലോ കുടുംബ ബന്ധങ്ങളിൽ വിച്ഛേദിക്കപ്പെട്ട് കർത്താവേ ആശ്വാസമില്ലാതെ സമാധാനമില്ലായിരിക്കുന്ന അവസ്ഥയിലാണോ, എന്തു തന്നെയായിരുന്നാലും ദൈവമേ, ഇല്ലായ്മകളോ രോഗമോ ഭാരമോ പ്രയാസമോ എന്തു തന്നെയായിരുന്നാലും കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങോട്ടൊന്ന് അനുഗ്രഹിക്കണമേ, അങ്ങോട്ടൊന്ന് തൊടണമേ, ആശ്വാസം പകരണമേ, സന്തോഷവും സമാധാനവും പ്രിയമുള്ളവർക്ക് നൽകണമേ. കർത്താവ് ജീവനുള്ള ദൈവമാണ്, അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമാണെന്ന് അടിയങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആയതിനാൽ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് വഴി നിർത്തണമെന്ന് യേശുവിൻ്റെ തന്നെ നാമത്തിൽ അയച്ചുകൊള്ളുന്ന പ്രാർത്ഥനകൾക്ക് നല്ല ദൈവമേ, ആമേൻ. ഈ താഴെ കാണുന്ന അഡ്രസ്സിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായിരുന്നാലും, ആത്മീയമായ സംശയങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഞങ്ങൾക്ക് എഴുതുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മീയമായ പുസ്തകങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുവാനും ഞങ്ങൾ സന്നദ്ധരാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.